അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്സിയൽ സ്ട്രെസ് ഇൻ പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്ലെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 2 ഡയമെൻഷണൽ കണ്ടീഷനാണ്. പ്ലെയിൻ കണ്ടീഷൻ തന്നെ രണ്ട് തരത്തിൽ നമ്മൾ ക്ലാസ് ചെയ്തായിരുന്നു. ഒന്ന് പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ, ഒന്ന് പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ അല്ലേ. അപ്പോൾ പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഏതുകൂടെ കൺസിഡർ ചെയ്യണം? ആക്സിയൽ ഡയറക്ഷനിലെ സ്ട്രെസ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് ആക്സിയൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ഇസഡിസഡിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് നമ്മുടെ ജനറലൈസ്ഡ് ഹൂക്സ് ലോ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എപ്സിലോൺ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദാറ്റ് ഈസ് 1/e ഇൻറ്റു സിഗ്മ ഇസഡ് ഇസഡ് മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ RR പ്ലസ് സിഗ്മ തീറ്റ. ഈ ഇക്വേഷൻ നമുക്ക് വളരെ ഫെമിലിയർ ആണ്, ജനറലൈസ്ഡ് ഹൂക്സ് ലോ ആണ്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞത് എന്താണ്? പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷനാണ് അല്ലേ. അപ്പോൾ പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ ആണെങ്കിൽ എപ്സിലോൺ ഇസഡ് എന്ന് പറയുന്നത്, ബട്ട് ഹിയർ എപ്സിലോൺ ഇസഡ് ഈസിക്കൽ എന്താവണം? 0 ആണ്. കാരണം പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷനാണ്. അപ്പം ഇസഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്ട്രെയിൻ കമ്പൗണ്ട്സിൻ്റെ വാല്യൂസ് എല്ലാം എന്താണ്? 0 ആയിരിക്കും അല്ലേ. അപ്പം സ്ട്രെയിൻ്റെ വാല്യൂ എന്താണോ? 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്യാം? മുകളിൽ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ 1 ആണെങ്കിൽ therefore ഇക്വേഷൻ 1 ഇംപ്ലൈസ് എങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്യാം? 0 is equal to 1/e into sigma zz minus nu into sigma RR plus sigma theta ആണല്ലോ. ഓക്കെ, ദാറ്റ് ഈസ് ഇയെ കോറസ്പോണ്ട് ഇയുടെ വാല്യൂ 0 ആകുമ്പോൾ ബാക്കി എന്ത് വരും? ദാറ്റ് ഈസ് സിഗ്മ zz ഈസ് ഈക്വൽ ടു nu ഇൻറ്റു സിഗ്മ RR പ്ലസ് സിഗ്മ തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സിഗ്മ RRൻ്റെ വാല്യൂ അറിയാം. എന്താണ്? A/r² പ്ലസ് 2c അല്ലേ. സിഗ്മ തീറ്റ എന്ന് പറഞ്ഞാൽ -A/r² പ്ലസ് 2c. അങ്ങനെയാണെങ്കിൽ A/r² ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് 4νc എന്ന് വരും. ഇതായിരിക്കും സിഗ്മ ഇസഡിൻ്റെ വാല്യൂ. ഓക്കെ, 4νc. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് മാക്സിമം ഷിയർ സ്ട്രെസ്സിനെ പറ്റിയാണ് പറയുന്നത്. മാക്സിമം ഷിയർ സ്ട്രെസ്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. മാക്സിമം എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ടോ മാക്സ്. ഇഫ് സിഗ്മ ആർ ആൻഡ് സിഗ്മ തീറ്റ ബി ദി പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് അങ്ങനെയാണെങ്കിൽ മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ടോ മാക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം? സിഗ്മ തീറ്റ മൈനസ് അല്ലേ. ഇവിടെ സിഗ്മ തീറ്റ എന്ന് പറയുന്നത് ലാർജർ ദാൻ എന്താണ്? സിഗ്മ RR ആണ്. അപ്പോൾ സിഗ്മ തീറ്റ മൈനസ് സിഗ്മ RR ഹോൾ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സിഗ്മ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? -A/r² പ്ലസ് 2c -A/r² മൈനസ് 2c ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇതൊക്കെ ക്യാൻസൽ ആയി പോകും. 2cയും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് വരും? ദറ്റ് ഈസ് ടോ മാക്സ് ഈസ് ഈക്വൽ ടു -A/r². കാരണം ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ -2a/r² വരും. താഴെ 2 ഉണ്ട്. 2 കൂടെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ -A/r² എന്നായിരിക്കും ഏതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്? ടോ മാക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സിഗ്മ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ സിഗ്മ RR ആണെങ്കിൽ ടോ മാക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -A/r² ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് റേഡിയൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് തിക്ക് സിലിണ്ടറാണ്. റേഡിയൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അറിയാം? എന്താണ്? UR എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. ഇനി തിക്ക് സിലിണ്ടറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം റേഡിയൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിഫോർമേഷൻ നടക്കുന്നത് ഏത് ഡയറക്ഷനിൽ മാത്രമേ ഡിഫോർമേഷൻ നടക്കുന്നുള്ളൂ? റേഡിയൽ ഡയറക്ഷനിൽ മാത്രമേ ഡിഫോർമേഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാകുന്നത്? റേഡിയൽ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, പ്ലെയിൻ കണ്ടീഷൻസ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? പ്ലെയിൻ സ്ട്രെസ്സും ഉണ്ട്, മറ്റൊന്ന് പറഞ്ഞാൽ പ്ലെയിൻ സ്ട്രെയിനും ഉണ്ട്. അപ്പോൾ ആ 2 കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലമാണ് കൺസിഡർ ചെയ്യുന്നത്. പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം കൺസിഡർ ചെയ്യുമ്പോഴത്തേന് നമുക്ക് എപ്സിലോൺ തീറ്റയുടെ ഇക്വേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് എപ്സിലോൺ തീറ്റ ഈസ് ഈക്വൽ ടു 1/e ഇൻറ്റു സിഗ്മ തീറ്റ മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ RR അല്ലേ. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ തീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന്? UR/R ആണ് അല്ലേ. ഈസ് ഈക്വൽ ടു 1/e ഇൻറ്റു ഇനി
ഈ സിഗ്മ തീറ്റ തീറ്റയുടെയും സിഗ്മ ആറിൻ്റെ വാല്യൂ നമുക്കറിയാം. സിഗ്മ തീറ്റ തീറ്റ എന്ന് പറഞ്ഞാൽ -a/r² + 2c -μ ഇൻറ്റു a/r² + 2c. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് UR ഈസ് ഈക്വൽ ടു, നമുക്കിതിനെ എങ്ങനെ എഴുതാം, r/e ഇൻറ്റു -a/r² ഇനി വെളിയിലെടുത്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ടേമിൽ നിന്നും നമ്മൾ -a/r² വെളിയിലെടുത്തു. അപ്പോൾ ബാക്കി എന്തുണ്ട്, 1 + ന്യൂ അല്ലേ. ഇനിയും ഈ -ന്യൂ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, -2c ആവും അല്ലേ. ഇവിടെ എന്തുണ്ട്, സോറി ഇവിടെ 2c കൂടെ ഉണ്ട്, ഇവിടെ എന്തുണ്ട് 2c ഉണ്ട്. അപ്പോൾ നമുക്ക് 2c വെളിയിലെടുക്കാം. ദാറ്റ് ഈസ് +2c ഇൻറ്റു 1 - ന്യൂ. എന്തായിരിക്കും റേഡിയൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദി കേസ് ഓഫ് പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ. പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ്റെ കേസിലുള്ള റേഡിയൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പ്ലെയിൻ സ്ട്രെയിൻ്റെ കണ്ടീഷനിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ജനറലൈസ്ഡ് ഹൂക്സ് ലോ എന്ന് പറയുന്നത് സിഗ്മ തീറ്റ തീറ്റ ഈസ് ഈക്വൽ ടു 1/e ഇൻറ്റു സിഗ്മ തീറ്റ തീറ്റ - ന്യൂ ഇൻറ്റു സിഗ്മ RR പ്ലസ് എന്തുകൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം, പ്ലെയിൻ സ്ട്രെയിൻ്റെ കേസിൽ ആക്സിയൽ ഡയറക്ഷനിലെ സ്ട്രെസ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇനിയും പ്ലെയിൻ സ്ട്രെയിൻ്റെ കേസിൽ എപ്സിലോൺ Z 0 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് സിഗ്മ Z വാല്യൂ നമുക്ക് കിട്ടും. സിഗ്മ Z വാല്യൂ ഓൾറെഡി നമ്മൾ ഇത് കുറച്ച് മുന്നേ നമ്മൾ അത് പറഞ്ഞിരുന്നത് എന്താണ്, ബട്ട് സിഗ്മ Z എന്ന് പറയുന്നത് എന്താണ്, ന്യൂ ഇൻറ്റു സിഗ്മ RR പ്ലസ് സിഗ്മ തീറ്റ തീറ്റ ആയിരുന്നു. ദാറ്റ് ഈസ് 4 ഇൻറ്റു ന്യൂ ഇൻറ്റു സി, 4 ഇൻറ്റു ന്യൂ ഇൻറ്റു സി. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ, ഈ സിഗ്മ Z വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എപ്സിലോൺ തീറ്റ തീറ്റ ഈസ് ഈക്വൽ ടു 1/e ഇൻറ്റു സിഗ്മ തീറ്റ തീറ്റ. സിഗ്മ തീറ്റ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, -a/r² + 2c ന്യൂ സിഗ്മ RR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a/r² + 2c പ്ലസ് സിഗ്മ Z അല്ലേ, പ്ലസ് 4 ന്യൂ സി. ഇനിയും എപ്സിലോൺ തീറ്റ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്താ കണ്ടുപിടിക്കുക, റേഡിയൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ എപ്സിലോൺ തീറ്റ തീറ്റയ്ക്ക് വരെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ദാറ്റ് ഈസ് UR/r എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 1/e ഇൻറ്റു, ഇനി നമുക്ക് ഇതിനൊന്ന് സോൾവ് ചെയ്യാം. മുമ്പേ ചെയ്തപോലെ തന്നെ -a/r² നമുക്ക് വെളിയിലെടുക്കാം. ബാക്കി എന്ന് വരും 1 + ന്യൂ വരും അല്ലേ. അടുത്ത ടേമിൽ നിന്ന് ഇവിടെ 2c ഉണ്ട്, ഇവിടെ -2c ഉണ്ട്, ഇവിടെ ഒരു -4 ന്യൂ സി ഉണ്ട്. എല്ലായിടത്തും നമുക്ക് 2c കോമൺ എടുക്കാം. ബാക്കി എന്താണ്, -1 - ന്യൂ -2 ന്യൂ സ്ക്വയർ. Okay, that is UR/R is equal to 1/e into -a/r² plus 1 into 1 plus new plus 2c into plus 1 plus new plus 2c into ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത് 1 plus new into 1 minus 2. That is UR is equal to, ഇത് നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ ഒരു 1 plus new ഉണ്ട്, ഇവിടെ ഒരു 1 plus new ഉണ്ട്. അപ്പോൾ 1 plus new നമുക്ക് വെളിയിലെടുക്കാം. ദാറ്റ് ഈസ് 1 plus new ഡിവൈഡഡ് ബൈ ഈ ആറിനെ നമുക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും, -a/r പ്ലസ് 2c, ഇവിടെ ആറിൻ്റെ ടൈമില്ല, അപ്പം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2cr എന്ന് വരും, ഇൻറ്റു 1 minus 2. ഇതായിരിക്കും. ഈ ഒരു ഫോമിൽ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കണമെന്നില്ല, ഇതിനകത്ത് കൊണ്ട് ഇത്ര എഴുതിയിട്ട് ഇതിനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് തിക്ക് സിലിണ്ടറാണ്. സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് തിക്ക് സിലിണ്ടറിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നത്, അത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്പെഷ്യൽ കേസസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഡെറിവേഷൻ ചെയ്തപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തത് തിക്ക് സിലിണ്ടർ സബ്ജക്റ്റഡ് ടു ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ പ്രഷർ ആയിരുന്നു അല്ലേ. അവിടെ നമ്മൾ എക്സ്റ്റേണൽ പ്രഷറും കൺസിഡർ ചെയ്തു, ഇൻറ്റേർണൽ പ്രഷറും നമ്മൾ കൺസിഡർ ചെയ്തു. പക്ഷേ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോ സ്പെഷ്യൽ കേസസ് ആണ്. തിക്ക് സിലിണ്ടർ സബ്ജക്റ്റഡ് ടു ഇൻറ്റേർണൽ പ്രഷർ ഓൺലി, തിക്ക് സിലിണ്ടർ സബ്ജക്റ്റഡ് ടു എക്സ്റ്റേണൽ പ്രഷർ ഓൺലി, അങ്ങനെ രണ്ട് സ്പെഷ്യലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അവിടെ എങ്ങനെയാണ് സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്ലോട്ട് ചെയ്യുന്നത്, സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട് ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം.
അത് അറിഞ്ഞാൽ അതിൻ്റെ നേച്ചർ നിങ്ങൾ നോക്കേണ്ട, അത് കംപ്രസീവോ ടെൻസൈലോ ആ നേച്ചർ നിങ്ങൾ നോക്കേണ്ട. അത് നിങ്ങൾക്ക് തരുന്ന പ്രോബ്ലത്തിലെ പ്രഷറിൻ്റെ നേച്ചർ എങ്ങനെയാണോ അതിനനുസരിച്ച് ഈ പറയുന്ന വാല്യൂസിനൊക്കെ വ്യത്യാസം വരും, ചേഞ്ച് വരും. ഓക്കെ, ചിലപ്പോൾ കംപ്രസീവ് ആയിരിക്കും, ചിലപ്പോൾ ടെൻസൈലായിരിക്കും. ഇത് എപ്പോഴും അങ്ങനെ തന്നെ നടക്കണമെന്നില്ല. നമ്മൾ അസംഷൻ എടുത്തിരിക്കുന്നതനുസരിച്ച് ഈ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ഫിഗർ വരുന്നത്. അത് ആ ഒരു കൺസെപ്റ്റിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ബോധർ ചെയ്യേണ്ട. പക്ഷേ ഈ സ്ട്രെസ് എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് പ്രോബ്ലം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമല്ല പ്ലോട്ട് ചെയ്യാനും ചോദിക്കും പരീക്ഷയ്ക്ക്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് തിക് സിലിണ്ടർ സബ്ജക്റ്റഡ് ടു ഇൻറ്റേർണൽ പ്രഷർ ഉള്ളി. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. തിക് സിലിണ്ടർ സബ്ജക്റ്റഡ് ടു ഇൻറ്റേർണൽ പ്രഷർ. ഇൻറ്റേർണൽ പ്രഷർ മാത്രം ആക്ട് ചെയ്യുന്ന കേസിലുള്ള തിക് സിലിണ്ടറിൻ്റെ സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പം ഫസ്റ്റ് ഫിഗർ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. ഇന്നർ സർഫസിൽ മാത്രമേ എന്ത് ആക്ട് ചെയ്യുന്നുള്ളൂ, പ്രഷർ ആക്ട് ചെയ്യുന്നുള്ളൂ. അത് പി എ എന്ന് പറയുന്ന പ്രഷറാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു പ്രഷർ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഏതൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താലും അവിടെ രണ്ട് സ്ട്രെസ് വാല്യൂ, സ്ട്രെസ് കമ്പൗണ്ട്സ് വരും. ഒന്ന് സിഗ്മ ആർ ആണ്, മറ്റൊന്നെന്ന് പറയുന്നത് എന്താണ്, സിഗ്മ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു സൈഡിൽ സിഗ്മ ആറിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ മറ്റൊരു സൈഡിൽ സിഗ്മ തീറ്റയുടെ ഡിസ്ട്രിബ്യൂഷനാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏതൊരു ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്താലും അവിടെ എല്ലാം എന്തുണ്ട്, ഈ രണ്ട് സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ ഉണ്ട്. പക്ഷേ ഇത് കാണിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു ഡയറക്ഷനിൽ സിഗ്മ ആറിൻ്റെ വാല്യൂ കൺസിഡർ ചെയ്തു, ഒരു ഡയറക്ഷനിൽ സിഗ്മ തീറ്റയുടെ വാല്യൂ കൺസിഡർ ചെയ്തു. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സിഗ്മ ആറിൻ്റെ വേരിയേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് സർഫസിലാണോ പ്രഷർ ആക്ട് ചെയ്യുന്നത് ആ സർഫസിൽ ആയിരിക്കും സിഗ്മ ആറിൻ്റെ വാല്യൂ മാക്സിമം ആവുന്നത്. ഉദാഹരണത്തിന് ഇതിന് ബൗണ്ടറി കണ്ടീഷൻ പറഞ്ഞപ്പോഴും ഞാനിത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരുന്നു. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ തിക് സിലിണ്ടർ സബ്ജക്റ്റ് ചെയ്യുന്ന ഇൻറ്റേർണൽ പ്രഷർ ഉള്ളിയാണ്. അപ്പോൾ ഇൻറ്റേർണലായിട്ട് മാത്രമേ ഈ തിക് സിലിണ്ടർ കേസിൽ പ്രഷർ ആക്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഇൻറ്റേർണൽ സർഫസിൽ സിഗ്മ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണോ അവിടെ അപ്ലൈ ചെയ്യുന്ന പ്രഷർ, ആ അപ്ലൈ ചെയ്യുന്ന പ്രഷറിൻ്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് പി എ ആണെങ്കിൽ ഈ സിഗ്മ ആർ എന്ന് പറയുന്നത് മൈനസ് ഓഫ് എന്തായിരിക്കും, മൈനസ് ഓഫ് പി എ ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി ഇത് ആർ ഈസിക്കൽ ടു എ എന്ന് പറയുന്ന ബൗണ്ടറി കണ്ടീഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ആർ ഈസിക്കൽ ബി ഔട്ടർ സർഫസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സിഗ്മ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അവിടെ എക്സ്റ്റേണൽ ലോഡിങ് ഇല്ലാത്തത് കൊണ്ട് സിഗ്മ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ്, കാരണം ബൗണ്ടറി കണ്ടീഷനൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എവിടെയാണോ പ്രഷർ ആക്ട് ചെയ്യുന്നത് അവിടെ ആയിരിക്കും സിഗ്മ ആറിൻ്റെ മാക്സിമം വാല്യൂ വരുന്നത്. പ്രഷർ ആക്ട് ചെയ്യാത്ത സർഫസ് സിഗ്മ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അത് തന്നെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ സിഗ്മ ആറിൻ്റെ വേരിയേഷൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു വ്യക്തത വരും അതിനകത്തിൽ. അപ്പോൾ ഇവിടെ സെക്കൻഡ് കേസിൽ പ്രഷർ ആക്ട് ചെയ്യുന്നത് എവിടെയാണ്, എക്സ്റ്റേണൽ സർഫസിലാണ് അല്ലെങ്കിൽ ഔട്ടർ സർഫസിലാണ് പ്രഷർ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ടർ സർഫസിൽ സിഗ്മ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം, ഇന്നർ സർഫസ് ഫ്രീ ഫ്രം ലോഡിങ് ആയത് കാരണം സിഗ്മ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, മിനിമം ആയിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ ഫ്രം ഇന്നർ ടു ഔട്ടർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇവിടെ ഇന്നർ ടു ഔട്ടർ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു കർവും ഈ ഒരു കേസിൽ ഇൻക്രീസ് ചെയ്ത് വരുന്ന ഈ ഒരു കർവും നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ സിഗ്മ ആറിൻ്റെ വേരിയേഷൻ നമുക്ക് ഏകദേശം മനസ്സിലായല്ലോ. അപ്പോൾ സിഗ്മ ആർ ഒന്നുമില്ല, അവിടെ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ എടുക്കുന്ന ഒരു കാര്യമാണ് സിഗ്മ ആർ എന്ന് പറയുന്നത്. ബൗണ്ടറി കണ്ടീഷൻ എടുത്താണ് നമ്മൾ എ എന്ന് പറയുന്നതും 2C എന്ന് പറയുന്ന കോൺസ്റ്റൻസിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. അതുകൊണ്ട് ഇത് നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം, സിഗ്മ ആറിൻ്റെ വേരിയേഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം അത് വളരെ എളുപ്പത്തിൽ ഓർത്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ. പ്രഷർ എവിടെയാണ് ആക്ട് ചെയ്യുന്നത്, ഈ സർഫസിലാണ് ആക്ട് ചെയ്യുന്നത്. ആ ആക്ട് ചെയ്യുന്ന സർഫസിൻ്റെ എത്രയാണോ പ്രഷർ, ആ പ്രഷർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും ആ പർട്ടിക്കുലർ സർഫസിലുള്ള സിഗ്മ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. പ്രഷറിൽ ആക്ട് ചെയ്യാത്ത സർഫസ് സിഗ്മ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ സിഗ്മ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും, PB ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, ആക്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ നേച്ചർ PB ആണെങ്കിൽ സിഗ്മ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഓഫ് എന്തായിരിക്കണം, PB ആയിരിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്ത സിഗ്മ തീറ്റയുടെ വേരിയേഷൻ. സിഗ്മ തീറ്റയുടെ വേരിയേഷൻ എന്ന് പറയുന്നത് അതൊരിക്കലും ഇന്നർ സർഫസിൽ ഔട്ടർ സർഫസിൽ 0 ആകുന്നില്ല. പക്ഷേ എപ്പോഴും സിഗ്മ തീറ്റ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇന്നർ സർഫസിലായിരിക്കും സിഗ്മ തീറ്റയ്ക്ക് മാക്സിമം വാല്യൂ വരുന്നത്, ഔട്ടർ സർഫസിൽ സിഗ്മ തീറ്റയ്ക്ക് മിനിമം വാല്യൂ വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിങ് എക്സ്റ്റേണൽ ആണെങ്കിലും ഇൻറ്റേർണൽ ആണെങ്കിലും എക്സ്റ്റേണൽ ആണെങ്കിലും സിഗ്മ തീറ്റ എന്ന് പറയുന്നത് മാക്സിമം വരുന്നത് എവിടെയായിരിക്കും, ഇന്നർ സർഫസിൽ. അപ്പോൾ അതിനൊരു വേരിയേഷൻ ഇല്ല. അത് നിങ്ങൾക്ക് രണ്ട് കേസ് ചോദിച്ചാലും നമുക്ക് കണ്ണുടച്ച് പറയാം സിഗ്മ തീറ്റ എന്ന് പറയുന്നത് മാക്സിമം വരുന്ന എവിടെയായിരിക്കും, ഇന്നർ സർഫസിലായിരിക്കും സിഗ്മ തീറ്റയ്ക്ക് മാക്സിമം വരുന്നത്. ഔട്ടർ സർഫസിൽ സിഗ്മ തീറ്റ എന്ന് പറയുന്നത് നോൺ സീറോ വാല്യൂ ആയിരിക്കും, പക്ഷേ അതെന്ന് പറയുന്നത് എന്തായിരിക്കും, മിനിമം വാല്യൂ ആയിരിക്കും. എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞ് ഈ R = B, R = Aയിൽ നിന്ന് R = B ആയപ്പോൾ സിഗ്മ തീറ്റ എന്തായി, ഒരു മിനിമം വാല്യൂ ആയിട്ട് മാറി.
മനസ്സിലായോ? ഇവിടെ നേച്ചർ ഞാൻ പറഞ്ഞു ഓൾറെഡി നിങ്ങൾ നേച്ചർ നോക്കണ്ട, നിങ്ങൾ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മൈനസ് ആണോ പ്ലസ് ആണോ കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് പ്ലോട്ട് ചെയ്യാൻ പറ്റും. മൈനസ് ആണെങ്കിൽ അത് കംപ്രസീവ് ആയിരിക്കും നേച്ചർ, പ്ലസ് ആണെങ്കിൽ അത് ടെൻസൈൽ ആയിരിക്കും നേച്ചർ, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മുകളിലേക്ക് വരയ്ക്കും. താഴേക്ക് വരയ്ക്കുന്നത് നേച്ചർ നെഗറ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ താഴേക്ക് വരയ്ക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഫസ്റ്റ് മെക്കാനിക്സിലൊക്കെ പഠിക്കുന്ന കാര്യം തന്നെയാണ്. അതിനെപ്പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട. പക്ഷേ സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.